ഇന്ന് ഡേ 4. ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് സ്കില്ലാണ് വേണ്ടതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കരിയർ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റീവായിട്ടും ഫിനാൻഷ്യലായിട്ടും സ്ട്രോങ് ആയേ പറ്റുള്ളൂ. സോ ഞാൻ വിചാരിച്ചു സ്കിൽ എന്തെങ്കിലും പഠിക്കാമെന്ന്. അങ്ങനെ ഏത് സ്കില്ല് പഠിക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു അടുത്ത കൺഫ്യൂഷൻ. കുറേ റിസർച്ച് ചെയ്തു, കുറേ കോഴ്സസ് കണ്ടുപിടിച്ചു. ഇതിൽ നിന്നിട്ട് എനിക്ക് പറ്റുന്ന കോഴ്സസ് എല്ലാം ഞാൻ സോർട്ട് ഔട്ട് ചെയ്തു. അത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയാം. ഇതിൽ നിന്നിട്ട് ഏത് ചൂസ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ ബിഗ് കൺഫ്യൂഷൻ. സോ അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ പെട്ടെന്നൊരു കാര്യം വന്നത്. 2023 ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല 8 നില പൊട്ടുകയും ചെയ്തു. സോ അതിൻ്റെ കോർ റീസൺ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോഴായിരുന്നു ഞാൻ മാർക്കറ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിപ്പ്, മുളക് വെട്ടി ഇങ്ങനെ പറയുന്ന ബ്രാൻഡെല്ലാം അവരുടെ ഫ്രം ദി സ്ക്രാച്ച് തൊട്ടിട്ട് അവരുടെ ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടുവന്നതിൻ്റെ ഫുൾ ജേർണീസ് നമുക്ക് അവരുടെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഇനി അങ്ങോട്ട് ഡിജിറ്റലി മാർക്കറ്റിംഗ് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സോ ഫ്രീലാൻസ് വർക്ക് എടുക്കാനായിട്ടും കുറച്ചും കൂടി സിമ്പിളാണെന്നുള്ളതും അതിൽ നിന്നിട്ട് പ്രൂവ് ചെയ്തു. സോ അങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സിന് ഞാൻ എൻറോൾ ചെയ്തു.